രാമേന്ദ്രൻ പിള്ള, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാടക കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലേ, കൊണ്ട് തരാന്ന്. 10 മാസത്തെ വാടക. അച്ഛനെ വിളിക്കല്ലേ, പാവം പിടിച്ചോ, അവിടെ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒരു തൈലം മേടിക്കാനുള്ള കാശ് പോലും അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നില്ല. ഫോൺ വഴി ഉച്ചയ്ക്ക് ശേഷം ഞാൻ വിളിക്കാം, എന്നെ തെറി വിളിക്കരുത്. ഡോക്ടറെ. രാമേന്ദ്രൻ പിള്ളയുടെ ഗുണ്ട? ഓ അല്ല. ഞാൻ ചികിത്സിച്ച് വട്ടായി കെട്ടിച്ചാടിയ രഘുവിന്റെ ആരെങ്കിലും? ഓ അല്ല. പിന്നെ എന്തിനാ എന്റെ ഈ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്ന? ഞാനേ അങ്ങ് അമ്പൂരിന്ന് വരുവാ. നിങ്ങൾ അമ്പ് ഊരിയിട്ട് വരോ, വില്ലെടുത്ത് കൊലിച്ചിട്ട് വരോ? ഈ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ കാര്യം എന്തെന്ന് പറ. അയ്യോ, എനിക്കൊരു അസുഖം ഉണ്ടെന്ന്. എന്താണ് അസുഖം? എന്ത് കണ്ടാലും ഞാൻ എടുത്ത് അങ്ങ് പുറത്തിടും. ഇതെന്ത് അസുഖമാണ്? ഈ അസുഖം ഞാൻ എങ്ങനെ ചികിത്സിക്കാണ്? ഇതിന്റെ മരുന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ? ഒരു നിമിഷം. അമേരിക്ക, അന്റാർട്ടിക്ക, ഉഗാണ്ട. ഉഗാണ്ടയിലുണ്ടോ ഇതിന്റെ മരുന്ന്? മരുന്നില്ല. ഇന്നലെ ഞാനേ എന്റെ മറന്നു വെച്ച ഒരു പൊട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചിരുന്നു. അതെ, ഞാൻ ഇവിടെ ഒട്ടിച്ചാൽ അത് കറക്റ്റ് ആവും. എന്റെ പൊന്നു ഡോക്ടറെ, സുന്ദരനായിട്ടുണ്ട്. എന്നെ വളയ്ക്കാതെ വന്ന കാര്യം പറയൂ. എന്തുവാന്ന് വെച്ചാലേ, എനിക്ക് ഈ ബസ്സിൽ കയറുമ്പോഴൊക്കെ ഉണ്ടല്ലോ കേസ് വരെ ആയിട്ടുണ്ട്. അതെന്തിന്? ബസ്സിൽ കയറിയപ്പോ ഞാൻ എടുത്ത് പുറത്തിട്ട്. എന്താ? കണ്ടക്ടറെ. അത് ശരി, ഇതൊരു ഞാൻ അറിഞ്ഞായിരുന്നു ആ സംഭവം. ഈ പ്രശ്നം, ഇതുപോലുള്ള പ്രശ്നമുള്ള വേറെ വന്നിട്ടുണ്ട് ഇവിടെ. ആണോ? അതെ. പുള്ളി വന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇരുത്തയുടെ അസുഖമായിരുന്നു. ഇരുത്തെന്ന് വെച്ചാൽ എവിടെ പോയാലും അങ്ങ് ഇരിക്കും. ഉദാഹരണത്തിന് ബസ്സിൽ കയറി ഇരുന്നിട്ട് ഈ നമ്മളെ ഗർഭിണികളായിട്ടുള്ള പെണ്ണുങ്ങളില്ലേ, അവര് വന്നാൽ പോലും പുള്ളി എഴുന്നേക്കൂല, കൊടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വയസ്സായ സ്ത്രീകൾ വന്നാൽ എഴുന്നേക്കത്തില്ല. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കയ്യും കാലും കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്റെ ഒരു ഒറ്റ ചികിത്സയില് സംഭവം ഓക്കെ. അതെന്തോ ചികിത്സയാ? അവന്റെ 2 ചന്തി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അങ്ങ് കളഞ്ഞ്. ഇപ്പം 2 കമ്പിയിലും പിടിച്ചാണ് അവൻ ഇങ്ങനെ നിൽക്കുന്ന ബസ്സിൽ. പെണ്ണുങ്ങൾക്കൊക്കെ സുഖമായിട്ട് അങ്ങ് പോവാ. ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, അഡീഷണൽ ഒരു ചന്തി കിട്ടാൻ വല്ല വഴിയുണ്ടായി ഇരിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു OLX അന്വേഷിക്കാം. പിന്നെ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 18 മക്കളാണ്. അയ്യോ, പ്രസവം നിർത്തൽ ഇവിടെ ഇല്ല. ഗൈനക്കോളജിസ്റ്റ് തന്നെ വിളിക്കണം. രാത്രി 12 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ അവളെ മാപ്പിള പച്ചത്തറി വിളിക്കും. അത് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യണം. അതല്ല, ഈ 18 മക്കളുള്ളതിൽ ഞാൻ ഒരുത്തനായി നാണം കേട്ട് അങ്ങ് ജീവിക്കുന്നേ. 18 മക്കളുള്ള അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത നാണക്കേടിന് മുകളിൽ തന്നെയാണ് ഈ പുറത്തിടയിൽ പ്രക്രിയ ഉള്ള ആളിന്റെ നാണക്കേട്. ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടറെ, എന്റെ വീട്ടിലാണെങ്കിലേ അച്ഛനുണ്ട്, അമ്മ അങ്ങ് വെളിയില. ഗൾഫില് ഉണ്ടല്ലേ? പിന്നെ വീട്ടില് വേറെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓപ്പോളെ ഉള്ളു. ഓഹോ, അത് ശരി. നേപ്പാൾ എന്ന രാജ്യമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ മനോവൈകല്യത്തിന് കൂട്ടുനിൽക്കുന്നത് നേപ്പാൾ എന്ന രാജ്യം. ഇന്ത്യ എന്ന രാജ്യത്തെ എതിർക്കാൻ വേണ്ടി ഭാരത് മാതാ കീ ജയ്. ഡോക്ടറെ, നേപ്പാൾ അല്ല ഓപ്പോൾ, എന്നെ സാവിത്രി ഓപ്പോളെന്ന്. ഓപ്പോൾ സുന്ദരിയാ, നല്ല ചിരിച്ച അടിപൊളിയാ കാണാനല്ലേ. ഓപ്പോളെ നമ്പർ പറഞ്ഞോളൂ. എന്തിനാ? അല്ല, അറിയാൻ വേണ്ടിട്ടാ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പോളെ വിളിക്കണമല്ലോ. 39 45 60 പാതിരാത്രി എടുക്കുമല്ലോ അല്ലേ? 78. ഓക്കെ, 88. എന്ത് ചെയ്യുന്നു ഇപ്പൊ ഓപ്പോള്? 78 വയസ്സുണ്ട്. പല്ല് കഴിഞ്ഞോട്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ല, നാണക്കാരിയാ. ചിരിക്കുമ്പോ നല്ല രസമാ. അതിനകത്ത് തിന്നുന്നേ. എനിക്ക് ഒരു 11 മണിക്ക് ഒരു 3-9 തിന്നണ ശീലമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഓപ്പോള് രാത്രി മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത്താഴ പശിനിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടേ കിടന്ന് ഉറങ്ങത്തുള്ളൂ. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലാ മിണ്ടാതെ കിടന്നുറങ്ങും. ആണല്ലേ? നമുക്ക് ചികിത്സയിലേക്ക് കടക്കാം. സുഹൃത്തെ, നിങ്ങൾ ഇതൊരു ചികിത്സയായിട്ട് കാണണ്ട. ഇല്ല. നിങ്ങളുടെ സങ്കടങ്ങൾ എന്നോട് പറയുന്നു, എന്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഡോക്ടറുടെ അടുത്ത് ഞാൻ സങ്കടം പറയാൻ വന്നപ്പോ അവിടെ ഒരു 500 രൂപ കൊടുത്തായിരുന്നു. ഇപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് സങ്കടം പറയുമ്പോ അതുപോലെ 500 രൂപ എനിക്ക് തരണം. നിങ്ങളുടെ സങ്കടങ്ങൾ എന്നോട് പറയുന്നു, ഞാൻ ഒരു മരവാഴ പോലെ നിന്ന് കേൾക്കുന്നു. അപ്പൊ 500 തണ്ടല്ലോ? വേണ്ട. അപ്പം രാത്രി കാലങ്ങളിൽ നമുക്ക് ഉറക്കം ഉളച്ചിട്ട് നേരെ അടുക്കള കയറിയിട്ട് കൊച്ചുങ്ങളെ സെർലാക്ക് എടുത്ത് തിന്നുന്ന ശീലമുണ്ടോ? ഇല്ല, അങ്ങനത്തെ ശീലമില്ല. ഇല്ലല്ലോ? ഇല്ല. പിന്നെ ബാത്റൂം എന്നും പറഞ്ഞ് അലമാരക്കകത്ത് പിടിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിക്കുന്ന ഗുളിക തരാമായിരുന്നു. എനിക്കൊന്ന് ചികിത്സിച്ച് മാറ്റി. ശരി, ശ്രദ്ധിച്ചു നോക്കൂ. എന്തെങ്കിലും കാണുന്നുണ്ടോ? നഖത്തിനിടയിൽ കടുവിരിക്കുന്നു. രാവിലെ സാമ്പാർ തിന്നണ്ടായിരുന്നു.
നിങ്ങൾ ഉറങ്ങുകയാണ്. വേണ്ട, നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. എന്നെ എന്തിനാ ഉറക്കുന്നത്? എന്തിനാ? നീ ഉറങ്ങിയിട്ട് വേണം ഈ ഫ്ലാസ്ക് ഇരിക്കുന്ന ഒരു ചായ എനിക്കെടുത്ത് കുടിക്കാം. ഇല്ലെങ്കിൽ നീ അതും എടുത്ത് കളയാവുന്നു. ഇല്ല, ഞാൻ കളയത്തില്ലെന്ന്. ഞാൻ കളയത്തില്ല, ചായ കളയത്തില്ല. ഇത് അസുഖം മാറ്റാൻ നീ സഹകരിച്ചേ പറ്റൂ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ മനുഷ്യ. നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. നല്ല കസേര. ഡോക്ടറെ, എന്തിനാ ഈ കസേരയിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? 25,000 രൂപ മേടിച്ച് ഞാൻ ഈ സാധനം ഇവിടെ മേടിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇതില് വിളക്കത്തിച്ച് വെക്കാനല്ല. ഇങ്ങനെ ഇരുന്ന് ആടി ലേശ സുഖം കിട്ടാൻ വേണ്ടി. എക്സർസൈസ് അല്ലേ? ട്രെഡ്മില്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, വയറ് കുറയ്ക്കാൻ ഓടി. എക്സർസൈസാ? അത് ഞാൻ മേടിച്ചതല്ല. പിന്നെ ആര് മേടിച്ചു? ഇവിടെ ഒരു കമ്പൗണ്ടർ നഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് മേടിച്ച ട്രെഡ്മില്ലാണ്. രാവിലെ കമ്പൗണ്ടർ ഓടും, ഉച്ചയ്ക്ക് നഴ്സ് ഓടും, വൈകുന്നേരം രണ്ടുപേരും മാറി തിരിഞ്ഞു ഓടും. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നു നോക്കിയപ്പോ ട്രെഡ്മില്ല് മാത്രം ഓടുന്നു. അവരെ വിളിച്ചിട്ട് നേരെ തമ്പാനൂര് കിടന്ന് അവർ രണ്ടുപേരുടെ കിടന്ന് ഓടുന്നുണ്ട്. എനിക്ക് ഈ കണ്ടവരുടെ കാര്യമൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഇവിടെ അസുഖം കൊണ്ടാണ് വന്നത്. എന്നെ അതിൽ ചികിത്സിപ്പിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഇതെല്ലാം കൂടെ വാരി വലിച്ചെറിയും. ഞാന് BP ഉണ്ടോ? ഇല്ല. ഷുഗർ ഉണ്ടോ? ഇല്ല. 2 അസുഖങ്ങളും ഉള്ള ഒരു പാവം പിടിച്ചോ. നീ ഇവിടെ കിടന്ന കോനാമ്പിച്ചി കാണിച്ചാൽ ഞാൻ കുഴഞ്ഞു വീണാ നീ തന്നെ എടുത്തോണ്ട് പോ. എനിക്ക് ഇപ്പൊ ഷുഗർ കുറയുന്നുണ്ടോ? മുട്ടായി തൊണ്ടുവല്ലോ ഇരിക്കുന്ന. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ല. എന്റെ അസുഖപാനത്തിൽ ഇതിന് പരിഹാരം ഇല്ലെന്നാ തോന്നുന്നത്. ആര് പറഞ്ഞേ? നിന്റെ അസുഖമല്ല, ഒരുപാട് പേരുടെ അസുഖം മാറ്റിയിട്ടുള്ളതാണ് ഈ ഡോക്ടർ സബാട്ടി. ഇതുപോലൊരു അസുഖമുള്ള ഒരാളുണ്ടായിരുന്നു എന്റെ മാമൻ. പുള്ളി ഷാജഹാൻ ചക്രവർത്തിയാന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ നാട്ടുകാരോട് യുദ്ധം ചെയ്യാൻ. എനിക്ക് മനസ്സിലായി. ഷാജഹാൻ ചക്രവർത്തി. ഇല്ല, പാളയം തലയിൽ വെച്ചിട്ട് ഒരു ചാക്കം കെട്ടിക്കൊണ്ട് നടക്കണം. ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോഴേ മുന്താസ് എന്നും പറഞ്ഞ് എന്റെ ചുണ്ടും കഴിച്ചോണ്ട് ഒറ്റ പോക്കായിരുന്നു. പിന്നെ ഞാൻ ജംഗ്ഷനിൽ പോയാണ് ഓട്ടോ വിളിച്ച് ആ ചുണ്ടെടുത്തോണ്ട് വന്നത്. ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തരണം പ്ലീസ്. ഇത് വേറൊന്നുമില്ല. സംഭവം ഈ ഓയിൽമെന്റ് ദേഹത്ത് നല്ലതുപോലെ അങ്ങ് പുരട്ടെ. അയ്യോ കേട്ടാ, ഈ ഓയിൽമെന്റ് പുരട്ടിയാ മാറുവോ? ദേഹത്ത് തൊട്ട് നല്ലപോലെ തേച്ചോളണം. അസുഖം മാറൂല. പിന്നെ നിന്റെ ദേഹത്ത് നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പൊ നീ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നിനക്ക് ഒരു സാധനങ്ങളും എടുത്ത് പുറത്തിടാൻ പറ്റുമോ? അതാണ് ഇതിന്റെ ഒരു ട്രിപ്പ്. അയ്യോ, കോള് വിളിക്കുന്ന രാമേന്ദ്രൻ പിള്ള. ചൊറിഞ്ഞാലും വേണ്ടിയില്ല, മാറിയാ മതി. സാറേ, ഇല്ല 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 ഇല്ല, ഞാൻ പറഞ്ഞില്ലേ റെഡി ആകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നെ വിളിച്ച് ശല്യം ചെയ്യല്ല. പാവം വീണ്ടും അച്ഛനെ സ്ഥിരം വിളിക്കാനുള്ള ചീത്ത വിളിക്കല്ലേ. പിന്നെ ഡോക്ടറെ, എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നേ. എന്താണ്? ഈ ആയോധന കലകളൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണുമ്പോ എന്റെ കൈ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ഒക്കെ അവർക്ക് അറിയാതെ, ഞാൻ പോലും അറിയാതെ എടുത്ത് കൊടുക്കും അങ്ങ്. ഈ കരാട്ടെ കുമ്പോ കാണിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ കഴുത്തിലെ മാലയൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിക്കുന്ന കാശ് മറ്റൊരുത്തിന് വേണ്ടി ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയൊന്നും കൊടുക്കരുത് കേട്ടോ. അത് നമ്മൾ കഷ്ടപ്പെടുന്ന കാശല്ലേ. അത് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കേണ്ടത്. ഇപ്പം വാടകയുടെ അത്യാവശ്യം വരും, പല കാര്യങ്ങളും നമുക്ക് വരും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ വല്ലതും ചെയ്യാൻ സാധ്യത ഉണ്ടോ? എന്തോന്ന്? എന്തുവാ? പഴയ ബോക്സർ. പഴയ ബോക്സർ ആയിരുന്നു ഞാൻ. ഒരുപാട് സ്ഥലത്ത് ബോക്സിംഗ് ചെയ്തു. വേണം? അങ്ങനെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ട്രോഫി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്താ? അല്ല, ആയോധന കലയ്ക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ അസുഖം മാറി. എന്റെ രാമേന്ദ്രൻ പിള്ള ആ തിരക്ക് വന്ന് ഞാൻ എവിടെ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമോ എന്തോ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എടാ, നീ എല്ലാരെയും എടുത്ത് പുറത്തിടുന്നവനല്ലേടാ. നീ എന്നെയും കൂടെ ആ ജനലിൽ കൂടെ എടുത്ത് പുറത്തങ്ങിടടാ.